കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി ബിജിൽ തിരോധാന കേസിൽ സരോവരം പാർക്കിന് സമീപത്തെ തെരച്ചിൽ തുടരുമെന്ന് പോലീസ്. മൃതദേഹത്തിന്റെ തലയോട്ടി കൂടി ലഭിക്കാനുണ്ട്. ഇന്ന് കണ്ടെത്തിയ അസ്ഥികൾ ബിജിലിന്റേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്നും കോഴിക്കോട് ഡിസിപി അരുൺ കെ പവിത്രൻ പറഞ്ഞു. കാണിച്ചു തന്ന സ്ഥലത്ത് നമ്മൾ തെരച്ചിൽ നടത്തി. തെരച്ചിൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വിജിൽ അന്നേ ദിവസം ധരിച്ചിരുന്ന വുഡ്ലാൻഡിൻ്റെ ഷൂ, അത് നിങ്ങൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്കെൽട്ടനിൽ ഏകദേശം 53ഓളം സ്കെൽട്ടൽ റിമെയിൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളതുണ്ട്. സലാം മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. സലാം, നിർണായകമായ പുരോഗതി തെരച്ചിൽ ഉണ്ടാകുന്നു. പക്ഷേ ഈ കണ്ടെത്തിയ അസ്ഥികൾ വിജിലിൻ്റേതാണോ എന്നറിയേണ്ടതുണ്ട്. അതിൻ്റെ പരിശോധനാ ഫലം എപ്പോഴത്തേക്ക് വരും? ഈ കൂടുതൽ തെരച്ചിലുകളുടെ ഈ ഭാഗത്ത് തന്നെയാണോ നടത്തുക, അതോ സമീപത്തൊക്കെ കുറെ കൂടി ആഴത്തിലുള്ള തെരച്ചിലുകൾ നടത്താനാണോ നീക്കം? നിലവിൽ 43 മീറ്റർ ആഴത്തിലാണ് പരിശോധന നടത്തിയത്. അതിൽ നിന്നാണ് ഈ വിജിലിന്റേതെന്ന് തോന്നുന്ന ദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. തലയോട്ടിയാണ് നിന്നുള്ള തെരച്ചിൽ തുടരുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. കൂടാതെ ഈ പ്രദേശത്ത് നിന്ന് തന്നെ ദിവസം ഷൂ ഉപയോഗിച്ചിരുന്ന വുഡ്ലാൻഡിന്റെ ഷൂ കണ്ടെത്തിയിരുന്നു. ഈ ഷൂവും അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടെത്തിയ അസ്ഥികൂടങ്ങളൊക്കെ തന്നെ വിജിലിന്റേതാണെന്നുള്ള സ്ഥിരീകരണം വേണ്ടി പരിശോധന അയക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ അവസാനം, അതായത് കസ്റ്റഡി. സലാം മുഹമ്മദാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്.